അത് കഴിഞ്ഞിട്ട് 28ാമത്തെ ദിവസം പേര് വിളിക്കുമ്പോൾ പാല് കൊടുക്കും, പേരും വിളിക്കും, അരയിലൊരു നൂലും കിട്ടും. എന്തിനായി നൂല് കെട്ടുന്നതെന്ന് ഞാൻ ഈ അമ്പലത്തിലെല്ലാം പ്രസംഗിക്കാൻ വരുന്ന സ്വാമിമാരോടും ആധ്യാത്മിക പ്രഭാഷകന്മാരോടെല്ലാം ചോദിച്ചു. ആരും ഒരു ഉത്തരം തന്നില്ല. അവസാനം പാട്യം പഞ്ചായത്തിന്റെ വയോജന സംഘം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ പോയപ്പോൾ സാംസ്കാരിക പകർച്ച എന്നൊരു അധ്യായമാണ് ഞാൻ എടുക്കേണ്ടത്. അത് അതിനെ പറ്റിയ സംസാരം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ചോദിച്ചു, ഈ അരയിലെ നൂല് കെട്ടുന്നതിന്റെ ഉത്തരം ആരും പറഞ്ഞിട്ടില്ല, നിങ്ങൾക്കായിരിക്കും അറിയാവോ? അപ്പൊ റിട്ടയർഡ് ആയ ഒരു രാജശ്രീ ടീച്ചർ പറഞ്ഞു, ആരും ഉത്തരം പറയാത്തതുകൊണ്ട് എനിക്കിപ്പോ തോന്നുന്ന ഒരു ഉത്തരം പറഞ്ഞുതരാം. പറഞ്ഞോ? കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന അമ്മ, പ്രസവിക്കുന്നത് അമ്മ മാത്രം, മുലയൂട്ടുന്നത് അമ്മ മാത്രം, എല്ലാം ചെയ്യുന്നത് അമ്മ മാത്രം. പക്ഷെ കുട്ടി അമ്മേന്റെ മാത്രമല്ലല്ലോ, അച്ഛന്റെ കൂടിയല്ലേ. അപ്പൊ അച്ഛനെ ഇതൊന്നും അച്ഛനെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. അപ്പൊ അച്ഛനൊരു പരാതി വേണ്ടെന്ന് വിചാരിച്ചിട്ട് 28ാമത്തെ ദിവസം കുട്ടീനെ പാർട്ടീഷൻ ചെയ്ത് രണ്ടാക്കി നടുക്കൊരു അതിരിടുന്ന, പകുതി അച്ഛന് പകുതി അമ്മക്ക്. അതാണ് അല്ല. ഈ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ ആരംഭിക്കുക. എല്ലാ മൃഗങ്ങളെ പോലെ 2 കണ്ണും, മൂക്കിന് 2 ദ്വാരവും, 2 ചെവിയും, ഓക്സിജൻ ശ്വസിക്കുന്ന ശ്വാസകോശവുമായിട്ട് ജനിച്ച കുട്ടി ശരീരത്തിന്റെ വളർച്ചയല്ല അന്നു മുതൽ ആ ശരീരത്തിന്റെ ചോദനകളെ നിയന്ത്രിക്കുന്ന മനസ്സിന്റെ ഭാവനകൾ ഉണർത്തിയെടുക്കാനുള്ള പ്രക്രിയ ആരംഭിക്കുന്നതാണ് അരയിലെ നൂല്. നൂലെന്ന് പറയുന്നത് അച്ഛനും അമ്മയും പിരിച്ചതിന്റെ ബാക്കിയാണ് നമ്മൾ പിരിക്കുന്നത്. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്ന നൂലിന്റെ പ്രത്യേകത പിരിച്ച് നീട്ടാം, അറ്റമില്ലാത്തതാണ്. നമ്മുടെ ജീവിതം പണ്ടേതോ കാലത്ത് ആരൊക്കെയോ പിരിക്കാൻ തുടങ്ങിയിട്ട് പിരിച്ച് പോകുന്നതല്ലേ നമ്മുടെ സംസ്കാരത്തിന്റെ നൂല്. ആ നൂല് കൊണ്ട് ശരീരത്തെ ബന്ധിച്ചിട്ട് പറയാം, മോനെ, നിന്റെ ശരീരത്തിൽ ഭക്ഷണവും വസ്ത്രം പാർപ്പിടം മാത്രമല്ല പ്രധാനം, നിന്റെ മനസ്സ് വളർത്തുക.